ഹലോ ഗായ്സ്, അപ്പം എന്താ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും നോമ്പൊക്കെ തുറന്ന ഗായ്സ്. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പം ബത്തക്ക ജ്യൂസ് അടിക്കാൻ വേണ്ടി ബത്തക്ക കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൗണ്ട് നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ട്. സ്കൂൾ തുറന്നപ്പം തൊട്ടേ സൗണ്ട് പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ കമ്മൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരു രണ്ട് സൈഡും ഓരോ വിധം കമ്മൽ ഇട്ടിട്ടുള്ളത്. അതാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ടൈറ്റായി ഫുൾ എൻ്റെ കണ്ണൊക്കെ വീങ്ങി ഞാൻ കറൻറ്റായിട്ട് ഇടാൻ നോക്കിയിട്ട് നല്ല വേദനയായിരുന്നു. ഇങ്ങനെ ഫുൾ ടൈറ്റായിട്ട് ഇരിക്കുകയായിരുന്നു, അതൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഉമ്മ ഓരോ സ്നാക്സായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പരിപ്പുവടയുണ്ട്, അതുപോലെ തന്നെ കായട, പിന്നെ നല്ല പഴുത്ത മാങ്ങയായിരുന്നു. പിന്നെ നമുക്ക് ബത്തക്ക ഇല്ലാണ്ടൊരു കളിയില്ല കേട്ടോ. മമ്മിക്കും ഉമ്മാക്കും ഇതാ ചായയാണ്. ഞാൻ ഇങ്ങനെ നോമ്പ് മുറിക്കുന്ന സമയത്ത് ചായയും കോഫിയും ഒന്നും കുടിക്കില്ല കേട്ടോ. ഞാൻ സാധാരണ വെള്ളം കുടിക്കാറ്. പിന്നെ ജ്യൂസൊക്കെ ഒഴിച്ചു അങ്ങനെ ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഇതാ ബാങ്ക് കൊടുത്തു, നോമ്പ് മുറിക്കുകയാണ്. അതിന് ഈത്തപ്പഴവും വെള്ളവും വെച്ച് നോമ്പ് മുറിച്ചു. അപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ, നല്ലൊരു കുളിർമയായിരുന്നു. കഴിഞ്ഞു പോയ റമദാൻ നോമ്പിന് മമ്മിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ആ വിഷമം നമ്മളിപ്പം തീർത്തു. മമ്മിയും കൂടെ ആയപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എന്താ ബാപ്പ വന്നു, ബാപ്പ ഇതാ ചക്കരക്കഞ്ഞി കുടിക്കുകയാണ്. നല്ല അടിപൊളി ചക്കരക്കഞ്ഞിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതാ ശേഖനെ കൂട്ടി വന്നു, മൈലാഞ്ചി ഇടാൻ കേട്ടോ. ഇപ്രാവശ്യം ശേഖനെയാണ് മൈലാഞ്ചി ഇട്ട് തന്നത്. ആദ്യം നമ്മൾ മിന്നൂസിനാണ് കേട്ടോ ഇട്ടെടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം ആൾ ഷോൾഡറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് മതി എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞ പോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിന്നൂസ് മൈലാഞ്ചിരുന്ന നേരത്തെ ഞാനും മമ്മിയും ഫുൾ കട്ട പോസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ മിന്നൂസിൻ്റെയും മമ്മീൻ്റെയും മഞ്ചാടി വീട്. ഇത് മമ്മി ഉണ്ടാക്കിയതാണ് കേട്ടോ. ആ ക്രെഡിറ്റ് ഫുൾ മമ്മിക്കാണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മളെല്ലാവരും ഇതാ ചക്കരക്കഞ്ഞി കുടിച്ചോട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് മൈലാഞ്ചൊക്കെ ഇട്ടുകൊണ്ട് ഈ ചക്കരക്കഞ്ഞി കുടിക്കുന്നത് വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഇതാ മമ്മീൻ്റെ കയ്യിലാണ് കേട്ടോ മൈലാഞ്ചി ഇട്ടത്. മമ്മിയും ഞാനും സെയിം ഡിസൈനാണ് കേട്ടോ ഇട്ടത്. ഗൈസ്, നിങ്ങൾ അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത് കരയുന്നത് തന്നെയാണ് കേട്ടോ. എന്തിനാണ് കരയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്മൽ എഗെയിൻ ഇടാൻ വേണ്ടി നോക്കി. അപ്പോൾ പിന്നെ ഫുൾ ഇറങ്ങി ജാമായി അവസാനം ഇട്ടോ. ഒരു മാതിരിയാണ് എൻ്റെ ചെവി ഇരിക്കുന്നുണ്ടോ ഫുള്ളായിട്ട്. നിങ്ങളെല്ലാവരും ആ വീട്ടിൽ എൻ്റെ വൃത്തിക്ക് അത് കുത്തുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുത്തിയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നതാണ്. ഇപ്പുറത്തത് പിന്നെയും നല്ല വൃത്തിക്കാൻ അത്യാവശ്യം ഉണങ്ങിയിട്ട്, പിന്നെ ഒരുമാതിരി മുഖമൊക്കെ വീർത്തിട്ടാണ് കേട്ടോ ഉള്ളത്. അതാണ് ഇങ്ങനെ. പിന്നെ ഇതൊക്കെ മാറാൻ വേണ്ടി ഇച്ചിരി നേരം എടുത്തു. മിന്നൂസിന് എത്ര ഇട്ടാലും മൈലാഞ്ചി തീരില്ല കേട്ടോ. പിന്നെ അങ്ങനെ അപ്പുറത്തെ കൈക്കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചില്ല കേട്ടോ, കഴിക്കാൻ വേണ്ടി പോണേ ഉള്ളൂ. നെയ്ച്ചോറും ചിക്കൻ കറിയും ആണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഫാൻ്റെ കാറ്റിനെ വെച്ചിട്ട് മൈലാഞ്ചി ഉണക്കുന്ന മിന്നൂസ് ഞാൻ കേട്ടോ. അതാ സ്റ്റൂളൊക്കെ എടുത്തു വന്ന് ഇരുന്ന് പാട്ടൊക്കെ പാടിച്ചാണ് മൈലാഞ്ചി ഉണക്കുന്നത്. ഇപ്പം നമുക്ക് കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട് കേട്ടോ. നാളത്തേക്കുള്ള കസ്റ്റഡിൻ്റെ ഒക്കെ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ബൈ.